ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. നാളെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നടക്കുന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. എതിരാളികൾ മുംബൈ സിറ്റി FC ആണ്. നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7:30 കൊച്ചി സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അവസാനത്തെ ഹോം മത്സരമാണ് ഇത്. ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരത്തിന് പ്രസക്തിയില്ല. എന്തെന്നാൽ ഇതിനോടകം തന്നെ പ്ലേ ഓഫ് കാണാതെ ക്ലബ്ബ് പുറത്തായിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ മത്സരത്തിന് മുന്നോടിയായുള്ള പ്രസ് കോൺഫറൻസ് ഇന്ന് പൂർത്തിയായിട്ടുണ്ട്. പരിശീലകനായ TG പുരുഷോത്തമൻ പങ്കെടുത്തിരുന്നു. പക്ഷെ കേവലം 5 മിനിറ്റ് മാത്രമാണ് ഈ പ്രസ് കോൺഫറൻസ് നടന്നിട്ടുള്ളത് എന്ന കാര്യം ധനഞ്ജയ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല, വിരലിൽ എണ്ണാവുന്ന പത്രപ്രവർത്തകർ മാത്രമാണ് ഇതിൽ പങ്കെടുത്തിട്ടുള്ളത്. പലരും ഇത് സ്കിപ്പ് ചെയ്യുകയായിരുന്നു. അവസാനത്തെ ഈ ഒരു പത്രസമ്മേളനം ഈ ഒരു രൂപത്തിലാണ് അവസാനിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഈ ജേർണലിസ്റ്റുകൾ ഇതെല്ലാം സ്കിപ്പ് ചെയ്തിട്ടുള്ളത്? അതിൻ്റെ കാരണം വളരെ വ്യക്തമാണ്. ഒന്ന്, കേരള ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫ് യോഗ്യത ലഭിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. മറ്റൊന്ന്, എപ്പോഴും TG പുരുഷോത്തമൻ ഒരേ ഉത്തരങ്ങൾ തന്നെയാണ് പറയുന്നത്. പ്രത്യേകിച്ചൊന്നും തന്നെ പറയാൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങൾക്കോ പരിശീലകനോ ഇല്ല. അതുകൊണ്ട് തന്നെ ഓരോ പ്രസ് കോൺഫറൻസിൽ പങ്കെടുക്കുന്നതും ഇപ്പോൾ ജേർണലിസ്റ്റുകൾക്ക് മടുപ്പ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് പലരും സ്കിപ്പ് ചെയ്തത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും കേവലം 5 മിനിറ്റിനുള്ളിൽ ഈ ഒരു പ്രസ് കോൺഫറൻസ് അവസാനിച്ചു എന്നുള്ളത് തീർച്ചയായും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.